കഴിഞ്ഞ ദിവസമാണ് നിവിൻ പോളി സോഷ്യൽ മീഡിയ ഒന്ന് ഇളക്കി മറിച്ചത്. തന്റെ പുതിയ ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിനു ശേഷമുള്ള ഒരു ചിത്രം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഒരു സിക്സ് പാക്കിനെ കുറിച്ചൊക്കെ. ഒരു സിക്സ് പാക്കിലെത്തുന്ന നിവിൻ പോളി ഉടനെ നമുക്ക് മുന്നിലേക്ക് എത്തും. അങ്ങനെ സോഷ്യൽ മീഡിയ കത്തി നിൽക്കുമ്പോൾ ഈ അവസരമാണ് മുതലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ നിവിൻ പോളി ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനവും നടത്തിയുണ്ടായി. തന്റെ വരാൻ പോകുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും നടത്തിയിരിക്കുകയാണ് ഇന്നേ ദിവസം. ഇത് പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ ആകെ ഞെട്ടിയിരിക്കുകയാണ്. നിരവധി പ്രഖ്യാപനങ്ങളാണ് നിവിൻ പോളിയുടേതായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പടവും റിലീസായി കാണുന്നില്ല. റിലീസായതാകട്ടെ എല്ലാം വലിയ ഫ്ലോപ്പും ആയിപ്പോയി. ഇത്തവണ എത്തിയത് മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന ഒരു ടൈറ്റിലും ഗംഭീരമായ ഒരു പോസ്റ്ററുമാണ്. ഒരു സൂപ്പർ ഹീറോ മൂവി എന്നൊക്കെ വിശേഷിപ്പിക്കാം. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഒക്കെ നമ്മൾ ഹോളിവുഡിലാണ് കണ്ടത്. മൾട്ടിവേഴ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുമുണ്ട്. എന്നാൽ മലയാളത്തിൽ ഒരു മൾട്ടിവേഴ്സ് അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. മഹാവീര്യർ എന്നൊരു ചിത്രം നിവിൻ പോളി എടുക്കുകയുണ്ടായി. അത് സത്യം പറഞ്ഞാൽ ഒരു ഗംഭീര ചിത്രമായിരുന്നു. എന്നാൽ പലർക്കും അതങ്ങോട്ട് മനസ്സിലാകാതെ പോയതാണ് വലിയ കൺഫ്യൂഷൻ ആയതും. നിവിൻ പോളി വെറൈറ്റിക്ക് പിന്നാലെയാണ് നടക്കുന്നത്. ആ വെറൈറ്റി ഇതിലും കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ഇതെങ്കിലും സിനിമയിൽ കാണുമെന്ന് വിചാരിക്കുന്നു. നിവിൻ പോളിയുടെ സിക്സ് പാക്ക് പരാമർശമൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് ഉറപ്പിക്കാം. ഇതിപ്പോ എത്രാമത്തെയാ? കെട്ടിക്കിടക്കുന്നത് ഏറ്റവും മികച്ച ടൈറ്റിലുകൾ ഉള്ളത് നിവിൻ പോളി ചിത്രങ്ങൾക്കായിരിക്കും എന്ന് തന്നെ പറയുന്നു. ഇവയെല്ലാം പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ജനിപ്പിക്കുകയാണ്. കൂടെ പോളി ജൂനിയർ പിക്ചേഴ്സിനും അടുപ്പിച്ച് പൊട്ടിയിട്ടും പടം പിടിക്കാനുള്ള ധൈര്യവും കാശും ഇവർ കാണിക്കുന്നുണ്ട് എന്നും പ്രേക്ഷകർ പറയുകയാണ്. നിവിന്റെ ഒരു ഫോട്ടോ വെച്ച് വരാത്ത പക്ഷം അയാളുടെ അനൗൺസ്മെന്റുകൾക്ക് കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ അനുമാനം. ശേഖരവർമ്മ രാജാവ്, ഡിയർ സ്റ്റുഡന്റ്, താരം, ഗിരിരാജ വല്ലവൻ പടം, പ്രേമപ്രാന്ത്, ആക്ഷൻ ഹീറോ ബിജു 2, ഫാർമ എന്നതൊക്കെ വരാനിരിക്കുന്ന പടങ്ങളാണ്. ഇതിൽ സ്റ്റുഡന്റും ഫാർമയും ഷൂട്ട് നടക്കുന്നു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിവിൻ പോളി ഇന്നും പ്രേക്ഷകർ തിരയുന്നതോ ആഗ്രഹിക്കുന്നതോ ആയ താരമാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്ന വമ്പൻ താരങ്ങളിൽ ദുൽഖർ, പൃഥ്വി ടീമുകളുടെ തൊട്ട് താഴെ തന്നെ ഇത്രയും പടം പൊട്ടിച്ചും പുതിയ തീർക്കാതെയും അയാളുണ്ട് എന്നതൊക്കെയാണ് പ്രേക്ഷകരുടെ വാക്കുകൾ. എന്തായാലും ഒരു തിരിച്ചറിവ് അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ കയ്യിലാണെങ്കിൽ ഗംഭീര ചിത്രങ്ങളുമുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായി ഇറക്കി വിട്ടാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നിവിൻ പോളി സഞ്ചരിക്കും. കൂടെ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന വിനീത് ശ്രീനിവാസൻ, അൽഫോൺസ് പുത്രൻ ചിത്രങ്ങളിലും എത്തിയാൽ കൊള്ളാമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് ഗംഭീരമായൊരു ലുക്ക് തന്ന് നിവിൻ പോളിയെ പോലെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ സാക്ഷാൽ മമ്മൂട്ടി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ വാർത്തകൾ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമാണ്. മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്നതിന് കാരണവും. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു സ്റ്റില്ലാണ് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുകയാണ്. ഈ ഷെഡ്യൂളിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ സ്റ്റില്ലുകളാണ് ട്രെൻഡിങ് ആവുന്നത്. ഒരു ബ്ലാക്ക് കോട്ട് ഇട്ട് ഒരു ഹാൻഡ് ബാഗുമായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ലുക്കിൽ മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ലെന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റൈലിഷ് കഥാപാത്രമാകും സിനിമയിലേത് എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ചിത്രം 100 കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്നും അതിപ്പോൾ 120 അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് ചില നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നതായി അടുത്ത ദിവസങ്ങളിൽ അഭിമുഖങ്ങളിൽ കേട്ടിരുന്നു. KGF-ഉം കാന്താരയും കന്നഡ സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാളം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാൻ എമ്പുരാനും മഹേഷ് നാരായണൻ ചിത്രത്തിനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫ് എന്നതാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മമ്മൂട്ടിയുടെ ഈ ലുക്ക് കണ്ടപ്പോൾ നല്ല പ്രായമുള്ള ഒരു വ്യക്തിയായിട്ടാണ് മമ്മൂട്ടി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. മുടിയിൽ നരയൊക്കെ ഉണ്ട്. എന്നിരിക്കുമ്പോൾ ഇനി മോഹൻലാൽ കൂടി വരാനുണ്ട്. മോഹൻലാലും ഇതേ പ്രായത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും അവതരിപ്പിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ ലുക്കിലും വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും, മുഴുനീള കഥാപാത്രമാണോ, ക്യാമിയോ ആണോ, മമ്മൂട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രമാണോ എന്നതൊക്കെ നോക്കി കാണുന്നു. ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മനീഷ് നന്ദനാണ് ഛായാഗ്രഹണം. ഹാപ്പി ന്യൂ ഇയർ, റോക്കി ഓർ റാണിക്ക്, പ്രേം കഹാനി, ഡങ്കി തുടങ്ങിയ ബോളിവുഡ് സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചത് മനീഷ് നന്ദനാണ്. ശ്രീലങ്ക, ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലാന്റ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായി 150 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക. ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻസും CR സലീം, സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ്.